Praise be to Jesus Christ and blessed Virgin Mary. Welcome back to Catholic Workby. ഞാൻ ആഷിക് ജോയ്. So as usual, let us begin with a prayer. Pater noster qui in celis sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sic et nos dimittimus debitoribus nostris. Et ne nos indicas in tentationem, sed libera nos a malo. Amen. Where are the Catholic brave men? ധീരന്മാരായിട്ടുള്ള കത്തോലിക്കരായിട്ടുള്ള പുരുഷന്മാരെവിടെ? നമ്മൾ കുറച്ച് വർഷങ്ങൾ സഭയുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെ ധീരന്മാരായിട്ടുള്ള പുരുഷന്മാർ സഭയിലുണ്ടായിരുന്നു. വളരെ ധീരന്മാർ. ഒരു ഇപ്പോഴത്തെ കാലത്ത് ഉള്ളതുപോലെ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ, വേദപാഠം ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടിയൊരു കുട്ടി 10ാം ക്ലാസ് +2 ഫുൾ A+ കിട്ടാത്തതിന് പോയിട്ട് ആത്മഹത്യ ചെയ്തു. എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ കാറ്റഗിസം? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നല്ല ധീരന്മാരായിട്ടുള്ള കാത്തലിക് യൂത്ത് ഇപ്പോഴും ലോകത്തുണ്ട്, പക്ഷേ വളരെ ചുരുക്കമാണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാലത്ത് അങ്ങനെ നിലപാടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എത്ര പേർക്ക് ധൈര്യമുണ്ട് എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം, അതുകൊണ്ട് എത്ര കോടി രൂപ സാലറി തരാമെന്ന് പറഞ്ഞാലും കുർബാന ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ ജോലിക്ക് വരില്ല എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ധീരന്മാരായിട്ടുള്ള കത്തോലിക്കരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് കാൻസാസിൽ, എനിക്കൊന്ന് അമേരിക്കയിലാണെന്ന് തോന്നുന്നു. അവിടെ ബ്ലാക്ക് മാസ് നടക്കുന്ന സമയത്ത് പബ്ലിക്കായിട്ട് ബ്ലാക്ക് മാസ് നടക്കുകയാണ്. മോഷ്ടിച്ച തിരുവോസ്തിയായിട്ട് സാത്താനിസ്റ്റുകൾ അവർ തിരുവോസ്തി താഴെ റോട്ടിലിട്ട് ചവിട്ടാൻ പോവാം. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകത്തിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഈ ധീരനായ കത്തോലിക്ക യുവാവ് ഓടി വന്ന് താഴെ റോട്ടിൽ കിടന്ന് തിരുവോസ്തി എടുത്ത് ഭക്ഷിച്ച് നന്നായിട്ട് അടി കിട്ടി ഈ മനുഷ്യന്. പക്ഷെ കണ്ടോ, ധീരന്മാർ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫിൻ്റെ ആ ഇഷ്യൂ നമ്മൾ കണ്ടു. ആരൊക്കെയാണ്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് സഭയുടെ കൂടെയുള്ളത്, സഭയുടെ കൂടെ ഇല്ലാത്തത് എന്നും സഭയുടെ അഭിപ്രായം എന്താണെന്നൊക്കെ നമ്മൾ കേട്ടു. 613 കുടുംബങ്ങളെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അവരുടെ സ്വപ്നങ്ങൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. അപ്പോൾ വഖഫ് ബോർഡിലെ ഭേദഗതി ബില്ലിനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് KCBCയും CBCയും ഒക്കെ പറഞ്ഞു. പക്ഷേ പച്ചയ്ക്ക് UDF ഇതിനെ തള്ളിപ്പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ തള്ളിപ്പറഞ്ഞു. അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് BJP ആണ്. അപ്പം അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പച്ചയ്ക്ക് പാലാ പിതാവിനെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. എപ്പോഴാണ്? നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി പറഞ്ഞപ്പോഴാണ്. അതൊരു യാഥാർത്ഥ്യമായി. ഇന്ന് കേരളത്തിലെ എല്ലാ ദിവസവും ഇതേ വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേസെടുക്കാൻ പറഞ്ഞാൽ ആരാണ്? VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം തന്നെ ഈ വഖഫ് ബോർഡ്, ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഫേസ്ബുക്കിൽ കാണുന്നൊരു കാര്യമാണ്, ഹോളി മാഗി ഫൊറോണ പള്ളി മണിമല മെയ് മാസം 3 ദ്വിശതാബ്ദി ആഘോഷം നടക്കുകയാണ്. സാംസ്കാരിക സമ്മേളനം ആണ് നടക്കുന്നത് 4 മണി 4:30. അതിൽ അധ്യക്ഷൻ തോമസ് തറയിൽ പിതാവാണ്. പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട VD സതീശൻ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവിടെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ, KCBC പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ സഭയുടെ നിലപാട് മനസ്സിലാക്കിയിട്ട് ഫേസ്ബുക്കിൽ ഇതിനു വേണ്ടി ധീരമായിട്ട് പോരാടുന്ന ഒരുപാട് പേരുണ്ട്. പ്രായഭേദം വ്യത്യാസമില്ലാതെ ഈ മുനമ്പത്തെ ജനത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊരു നിലപാടെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ആരാണുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സോ അതിൻ്റെ ബേസിലായിരിക്കും ഇനി ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളോടുള്ള സമീപനം എന്നാണ് ഈ കാത്തലിക് യൂത്ത് ഇവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇതിൽ VD സതീശനെ വിളിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നമ്മൾ ആരുടെയും ശത്രുതയും വെറുപ്പൊന്നും വെക്കണമെന്നില്ല, നമ്മുടെ പ്രതിഷേധമെങ്കിലും നമുക്ക് അറിയിച്ചോളൂ. ഒരു പക്ഷേ ഇത് വഖഫ് ഇഷ്യൂ ഒക്കെ വരുന്നതിന് മുൻപ് നേരത്തെ തീരുമാനിച്ചതായിരിക്കും. പക്ഷേ നമുക്കിതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ വരില്ല എന്ന് പറയാം. ഇതിൽ പങ്കെടുക്കുന്ന സഭാധികാരികൾക്ക് പറയാം, സോറി, VD സതീശനുള്ള പരിപാടിക്ക് എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് സഭയുടെ നിലപാടിനെതിരാണ് എന്ന് നമുക്ക് പറയാം. സോ എവിടെയാണ് ധീരന്മാരായിട്ടുള്ള മെത്രാന്മാരെവിടെ? നിലപാട് ഇതാണ്. അതായത് ഇവർക്കറിയാം, ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കറിയാം,
ഈ ചൂട് വരുന്നൊരു സമയത്ത് സഭാധികാരികൾ ഇങ്ങനെയൊക്കെ പറയും, നാളെ നമ്മൾ ഒന്ന് അരമനയിൽ കയറി ഒന്ന് കുശലാന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞ് ഈ വോട്ട് നമുക്ക് വരും. ഇത് മാറ്റിക്കൊടുക്കണം. ഇത് മാറ്റാനാണ് നമുക്ക് നിലപാടുള്ളവരായിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എൻ്റെ ലൈഫിൽ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ 2 രൂപതകൾ നടത്തിയ ഒരു പ്രതിഷേധത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. മാതൃഭൂമി ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധമായിട്ട് പോയത്. അപ്പോൾ ഞാനന്ന് ഇവിടുന്ന് 20 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പോയത്. ഇതൊക്കെ കോമഡിയാണ്. അപ്പോൾ നമ്മളെന്താണ് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രതിഷേധത്തിന് പോയതെന്ന് വെച്ചാൽ അന്ന് ഈ സിസ്റ്റർ ലൂസിയുടെയൊക്കെ ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വളരെ മോശമായ രീതിയിൽ സന്യാസത്തെ അവഹേളിച്ചുകൊണ്ട് മാതൃഭൂമി ഒരു ലേഖനം എഴുതി. ഇതാണ് ഒരു മഞ്ഞപ്പത്രത്തിൻ്റെ ലെവലിലായിരുന്നു ലേഖനം. അവൾക്ക് ഒരുപാട് വൈദികരും മെത്രാന്മാരും സന്യാസിതരും അലമാരൊക്കെ ഉണ്ടായിരുന്നു. കുരിശൊക്കെ പിടിച്ചിട്ട് പോയത് ഞാനല്ല, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കുരിശൊക്കെ പിടിച്ച പ്രതിഷേധിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുക ഒരുപാട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ, അത്രയും നല്ല രീതിയിൽ സംസാരിച്ച് എനിക്കൊരു ആത്മസംതൃപ്തി, നമുക്ക് ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയല്ലോ. അപ്പോൾ ഇനി മുതൽ മാതൃഭൂമി ചാനലും കാണുന്നില്ല, മാതൃഭൂമി പത്രവും ഇനി വരുത്തിക്കില്ല. ഇത് എൻ്റെ നിലപാടാണ്. കാരണം സഭയ്ക്കെതിരെ നീങ്ങുന്ന ഇത് നമുക്കെന്തിനാ. ഞാനെന്നിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. മെയിൻ സഭയുടെ ആസ്ഥാനത്ത് ഞാൻ പോയപ്പോൾ ഈ പത്രം അവിടെ വരുത്തിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് സഭയുടെ. അപ്പം ഇത് കേട്ട് പത്രം വീട്ടിൽ നിർത്തി ഞാൻ ആരായി? ശശിയായി. ഇതാണ് പ്രശ്നം. ഇപ്പം നമുക്ക് ഇതിനിടയിൽ പൊളിറ്റിക്സൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ വിശ്വാസമൊന്നും ദൈവകൃപയിൽ പോവില്ല. പക്ഷേ ഇപ്പോഴത്തെ യൂത്തിനെ നമ്മൾ നോക്കണം. ആരും യുകാറ്റ് എടുത്തിട്ട് സഭയുടെ ഇന്ന കാര്യത്തെപ്പറ്റി അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇന്നത്തെ ആരും യൂത്ത് പോകണില്ല. ഓക്കെ, ഗർഭചിത്രത്തെപ്പറ്റി സഭയുടെ അഭിപ്രായം എന്താണ്? പോകത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി സഭയുടെ അഭിപ്രായം എന്താണ്? ആർക്കും ഇതിനുള്ള സമയമില്ല. യുകാറ്റ് ഒന്നും സാധനം പോലും എന്താണെന്ന് അറിയത്തില്ല. CCC ആണെങ്കിൽ പിന്നെ തുടർത്തു പോലുമില്ല. അപ്പോൾ ഈ യുവജനങ്ങൾക്ക് ഇപ്പോഴത്തെ യൂത്തിന് ജീവിക്കാൻ തന്നെ കഷ്ടപ്പാടാണ്. അപ്പം എങ്ങനെയൊക്കെ ഒന്ന് കരപറ്റണം ചിന്തിക്കുന്ന ആൾക്കാർ ഒരഭിപ്രായം വരുമ്പം യുകാറ്റിൽ നോക്കിയേക്കാം എന്താണ് എന്ന് പറഞ്ഞ് നോക്കുന്ന വളരെ ചുരുക്കം കുറച്ച് ജീസസ് യൂത്തിലെ നല്ല പിള്ളേരുണ്ടാവും. ബാക്കി സാധാരണക്കാരായിട്ടുള്ള പിള്ളേരെല്ലാം നോക്കുന്നത് നിങ്ങളുടെ മെത്രാന്മാരെ, വൈദികരെ, നിങ്ങളുടെ ജീവിതമാകുന്ന യുകാറ്റാണ്. നിങ്ങൾ ചലിക്കുന്ന നടക്കുന്ന ഒരു സഭാ പ്രബോധനമായിട്ട് മാറണം. നിങ്ങൾ നോക്കിയിട്ട് വേണം പറയാൻ, ആ ബിഷപ്പ് പോണില്ല കേട്ടോ, ആ ബിഷപ്പിന് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അപ്പം അതെങ്ങനെയാണ് എൻ്റെ അഭിപ്രായം എന്ന് അവർക്ക് തോന്നണം. അല്ലാതെ ഇതാരും യുകാറ്റോ നിർത്താരും പഠിക്കാനൊന്നും പോണില്ല. അതുപോലെ ഞാനന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുന്ന സമയത്ത് ഞാൻ കുമ്പസാരിക്കാൻ പോയി. ഒരു ധ്യാന കേന്ദ്രത്തിൽ കുമ്പസാരിക്കാൻ പോയ സമയത്ത് എന്തായിരുന്നു ഇൻസിഡൻ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല. കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ മോനെ, നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊന്നും അംഗത്വമൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, നീ അതിനകത്തൊന്നും പോയേക്കരുത്. അത് ഇങ്ങനെ യുവജന സംഘടനകളുണ്ടല്ലോ, അവരുടെ SFI ഒക്കെ ഉണ്ടല്ലോ, പോയേക്കരുത്, നമുക്കത് നിഷിദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ അച്ഛാ, ഞാനങ്ങനെ ഒരു പാർട്ടിയിലും എനിക്കങ്ങനെ വിശ്വാസമില്ല. അത് വിശ്വസിച്ചിരുന്ന ഞാൻ കണ്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിൽ ഒരു മെത്രാൻ തന്നെ പോയിട്ട് അവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ അത്രയും കാലം ഈ ആശയത്തെ നെഞ്ചോട് ചേർത്ത് ആ കുമ്പസാരക്കൂട്ടിൽ ആ വൈദികൻ, വളരെ പ്രായമുള്ള വൈദികനായിരുന്നു, അദ്ദേഹം പറഞ്ഞ ആ ഉപദേശം കേട്ട് ഇങ്ങനത്തെ പാർട്ടികളിലൊന്നും വീഴാതെ മാന്യമായിട്ട് ജീവിച്ച ഞാൻ ആരായി? ശശിയായി. 4ാമത്തെ കാര്യം, നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളെല്ലാം, കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങളെല്ലാം കേൾക്കുന്ന 1-ാം കൽപ്പന ലംഘനത്തെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് മേഖല ടച്ച് ചെയ്യാറുണ്ട്. അമ്പലത്തിൽ പോകരുത്, പ്രസാദം കഴിക്കരുത്, യോഗ ചെയ്യരുത്, അന്യദൈവങ്ങളുടെ നാമം സ്മരിക്കരുത്, കുമ്പസാര സഹായിലുള്ളതാണ് ഇതെല്ലാം ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്. എഴുതിയെടുത്ത് 1-ാം കൽപ്പന തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ലംഘിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഫെസ്റ്റിവൽ ആഘോഷിക്കരുത്, അതായത് പറയുന്നതെല്ലാം കറക്റ്റാണ്, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തെല്ലാം കറക്റ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത് ആലപ്പുഴ സൈഡിലുള്ള പ്രശസ്ത ധ്യാനഗുരു അമ്പലത്തിലെ ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പം 1-ാം കൽപ്പന അണുവിട വ്യതിചലിക്കാതെ കൃത്യമായി പാലിച്ച് കർത്താവിനെ വേദനിപ്പിക്കാതെ പോകണമെന്ന് വിചാരിച്ച ഞാനാരായി? അല്ലെങ്കിൽ ഞാനടക്കുന്ന യുവാക്കളാരായി? ശശികളായി. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിലാണ് കാസ പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നത്. വളരെ അവർക്കുള്ള പിന്തുണ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ഞാൻ ഈ പറയുന്ന ഒന്നിനെയും ഞാൻ ബേസിക്കലി സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളിതെല്ലാം കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത്.
അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ യുവാക്കൾ, അത് സീറോ മലങ്കര, സീറോ മലബാർ, ലാറ്റിൻ, ഇങ്ങനെയുള്ള സംഘടനകൾ യുവാക്കളെല്ലാം ഒരു 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 ഫാൻസ് അസോസിയേഷൻ പോലെയാണ് കാസയെ ഫോളോ ചെയ്യുന്നത്. അവരുടെ ആത്മീയതയും അതൊക്കെ നമുക്ക് മാറ്റി നിർത്തി ഒരു പൊളിറ്റിക്കൽ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ധീരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർ ജീവന് പോലും ഭീഷണിയുള്ള കാര്യങ്ങളാണ്. ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും നമ്മളൊരു ഒരു ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊരു ചർച്ച് അപ്രൂവ്ഡ് സംഘടനയല്ല, ബട്ട് സ്റ്റിൽ ആൾക്കാർ, യുവാക്കൾ അതിലോട്ട് പോവുകയാണ്. കാരണം അവർ നോക്കുമ്പോൾ നിലപാടുള്ളത് ഇവർക്കേ ഉള്ളൂ. 5 വർഷം മുൻപ് കാസക്കാർ പറഞ്ഞ അതേ അഭിപ്രായമാണ് കെവിൻ പീറ്ററിന് ഇപ്പോഴും ഉള്ളത്. എന്നാൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ അങ്ങനെയല്ല. ഇതാണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ, ഈ ഹോളി മാഗി ഫൊറോണ പള്ളിയിലെ ഈ ഒരു സംഭവം. അത് ഓഫ് കോഴ്സ് ഇത് ചിലപ്പോൾ നേരത്തെ തീരുമാനിച്ചതായിരിക്കാം, ബട്ട് സ്റ്റിൽ നമുക്ക് ചാൻസ് ഉണ്ട് പറയാൻ. ഒരിക്കൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ, നമ്മുടെ സ്റ്റീവ് ഹോക്കിൻസൺ, പ്രശസ്തനായിട്ടുള്ള സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ഇങ്ങനെ മൈൻഡിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സ്പീക്കറുണ്ട്, അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ബെനഡിക്ട് പാപ്പ വളരെ ധീരനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ബെനഡിക്ട് പാപ്പ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്ന സമയത്ത് ഈ ഹോക്കിൻസൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവമില്ല, ഗോഡ് ഡസൻറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് മനസ്സിൽ പറയുന്ന കാര്യം ഇതിലോട്ട് വരും. ബെനഡിക്ട് പാപ്പ ഒന്നും മിണ്ടിയില്ല. പിന്നെ സ്റ്റീവ് ഹോക്കിൻസൺ ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ സംസാരിച്ചു. ബെനഡിക്ട് പാപ്പ ഒന്നിനും തലയാട്ടിയില്ല. ഓക്കെ, ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ് ആശീർവദിച്ച് തിരിച്ചു വന്നു. ഒരു രോഗി സന്ദർശനം പോലെ കണ്ടതാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ചു, അങ്ങ് എന്താണ് സ്റ്റീവ് ഹോക്കിൻസൺ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതിരുന്നത്? അങ്ങ് ഒട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് യോജിക്കാത്ത രീതിയിലായിരുന്നല്ലോ അങ്ങയുടെ ബോഡി ലാംഗ്വേജൊക്കെ. എന്തുകൊണ്ടാണ് അങ്ങ് അദ്ദേഹത്തോട് ഈ രീതിയിൽ പെരുമാറിയത്? അപ്പോൾ ബെനഡിക്ട് പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ലോകപ്രശസ്തനായിട്ടുള്ള ആയിരിക്കാം, പക്ഷേ ഇദ്ദേഹം പറയുന്ന ദൈവദൂഷണങ്ങൾക്ക് തലയാട്ടി യെസ് പറയാനല്ല ക്രിസ്തു എന്നെ അഭിഷേകം ചെയ്ത മാർപ്പാപ്പയായിരിക്കുന്നത്, സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നിലപാട്. എന്നെ നേരെ മറിച്ച് അദ്ദേഹം ബെനഡിക്ട് പാപ്പയ്ക്ക് 2 തലയാട്ടി ഇപ്പം എന്താ വരാൻ പോണത്? ഞാൻ എപ്പോഴും പറഞ്ഞ എക്സാമ്പിൾ, വിശുദ്ധ ജസ്റ്റീന, വിശുദ്ധ റുഫീന, ആദിമസഭയിലെ വിശുദ്ധർ, ഇവരുടെ ജോലി കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കലാണ്. ഈ പാത്രങ്ങൾ നിർമ്മിക്കുക, വിൽക്കുക, കാശ് വാങ്ങിക്കുക, കുടുംബം പറ്റുക. ഇങ്ങനെ ഇരിക്കുക ആ പ്രദേശത്ത് ഒരു ഉത്സവം വന്നു, ഒരു ഫെസ്റ്റിവൽ, ഒരു പാഗൻ ഫെസ്റ്റിവൽ, ഒരു അന്യദൈവത്തിൻ്റെ. അപ്പോൾ അവിടുത്തെ ആ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഫെസ്റ്റിവലിലേക്ക് കുറച്ച് മൺപാത്രങ്ങൾ വേണം, തരാമോ? അപ്പോൾ അതിനിപ്പോൾ എന്താ, നമ്മളാണെങ്കിൽ കൊടുക്കത്തില്ലേ? പക്ഷെ അവർ പറയാം പറ്റത്തില്ല, തരാൻ പറ്റത്തില്ല. അവർ ചോദിച്ചാൽ എന്താ? അല്ല, ഇത് ഞങ്ങളുടെ ക്രിസ്തുവിന് മാത്രമുള്ളതാണ് ഈ കളിമൺ പാത്രങ്ങൾ, നിങ്ങളുടെ ഇതിനൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയും. എന്താ സംഭവിച്ചെന്നറിയോ? ഇന്ന് അവർ സഭയിലെ രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധരാണ് നാട്ടുകാർ കൊന്നു. ഒരു കളിമൺ പാത്രം കൊടുക്കാത്തതിന് നിലപാട് കണ്ടോ? ഈ 10 രൂപയുടെ 10 പൈസയുടെ ഈ ഒരു കളിമൺ പാത്രം കൊടുത്താൽ എന്താ വരാൻ പോണേ? അവർ ഡയറക്റ്റ്ലി ആരാധിക്കുന്നില്ല, പക്ഷേ ഒരു നിലപാടുണ്ട്. അതുപോലെ പാട്ടുകാരൻ കെസ്റ്റർ, ഒരു നിലപാടുണ്ട് അദ്ദേഹത്തിന്. ഞാൻ ഈശോയുടെ പാട്ട്, മാതാവിൻ്റെ ഭക്തിഗാനം മാത്രമേ ഞാൻ പാടത്തുള്ളൂ, എത്ര കോടി വാഗ്ദാനം ചെയ്താലും സിനിമാ പാട്ട് പാടില്ല. നിലപാട്. അതുകൊണ്ടൊരു പ്രിയമുള്ള മെത്രാന്മാരെ, വൈദികരെ, യുവാക്കൾ നിങ്ങളെയാണ് നോക്കുന്നത്. നിങ്ങളെ നോക്കിയിട്ടാണ് അവർക്ക് വിശ്വാസം വളരുന്നത്, വിശ്വാസം പോകുന്നതും. നിങ്ങളിലൂടെ വേണം ക്രിസ്തുവിലോട്ട് എത്താൻ. അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായമില്ലാത്തവരും നിലപാടുകൾ മാറ്റുന്നവരുമായിട്ട് അവർക്ക് തോന്നുവാണെങ്കിൽ തോന്നുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria gracia plena, Dominus tecum, benedictatum in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.